ട്രേഡേഴ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലോബലിന്റെ ഒരു പവർ വാഷ് ആണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്, അതിന്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 3200 വാട്ട്സ് ആണ് ഇതിന്റെ പവർ വരുന്നത്. കറണ്ട് കൺസംഷൻ വരുന്നത്. അതുപോലെ തന്നെ 190 ബാറാണ് ഇതിന്റെ പവർ വരുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടറാണ്. അതായത് കോപ്പർ ബൈൻഡിങ് ആണ് വരുന്നത്. അതുപോലെ ഹെഡ് വരുന്നത് ബ്രാസ് ഹെഡാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സെമി സെക്ഷൻ ഉള്ളതാണ്. സെമി സെക്ഷൻ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം മോട്ടർ തന്നെ വലിച്ചെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിതിന്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 1800 രൂപയാണ്. ആദ്യത്തെ 6 മാസത്തെ സർവീസ് ചാർജ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് സർവീസിനും ഏകദേശം 1800 രൂപ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുവരെ മെഷീന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം കൂടി നമ്മൾ ചെയ്യേണ്ട സർവീസ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇതിന് പവറിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെയാണ് മെഷീന്. പവർ വ്യത്യാസം ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ മെഷീൻ വാങ്ങിച്ച സമയത്ത് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ഗണ്ണ്, അതുപോലെ തന്നെ ഒരു ഫിൽട്ടർ, ഒരു 3 നോസില്, അതുപോലെ തന്നെ അഡാപ്റ്റർ, ഗണ്ണയിലേക്ക് കൊടുക്കാനുള്ള 10 മീറ്ററിന്റെ ഒരു ഓസുമാണ് നമുക്ക് ഈ മെഷീൻ വാങ്ങിച്ചപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ പെയിന്റർമാർ, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഫാം ഒക്കെ നടത്തുന്ന ആൾക്കാരും മെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവരെല്ലാവരുടെ റിവ്യൂ നമ്മളോട് പറഞ്ഞ റിസൾട്ടും നല്ല റിസൾട്ടാണ്. നമ്മൾ ഉപയോഗിച്ച റിസൾട്ടും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ നമ്മൾ വെള്ളം കൊടുക്കുന്ന ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗണ്ണിന്റെ ഓസ് കൊടുക്കുന്ന ഭാഗമാണ്. ഇതാണ് ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച്. നമുക്ക് ഇതെങ്ങനെ ഇതിന്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡെമോയിലേക്ക് പോകാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിനു ശേഷം ഇത് ഗണ്ണിന്റെ ഓസാണ്. ഈ ഗണ്ണോസ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ നമുക്ക് പെർഫോമൻസ് നോക്കാൻ വേണ്ടി ജോവാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ ചെയ്യാണ് കേട്ടോ. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.